ഹായ് ഫ്രണ്ട്സ്, നമ്മളീ പോകുന്നത് ഒരു ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ഹൗസ് വാമിംഗ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് മേടിക്കണം. അപ്പോൾ പോകുന്നതിന് മുമ്പായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ട്. അവിടെ അട്ടക്കുളങ്ങര ആ സൈഡിൽ ഒരുപാട് പുതിയ പുതിയ ഷോപ്പുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേര് എനിക്കറിയത്തില്ല, പേര് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ലോഡഡ് ഫ്രൈസ് ആണ് കഴിക്കാൻ കയറിയത്. അപ്പോൾ പക്ഷേ അതും മോമോസും മേടിച്ചു. പക്ഷേ രണ്ടും കൊള്ളത്തില്ലായിരുന്നു. അങ്ങനെ നമ്മൾ അതും കഴിച്ചിട്ട് നേരെ രാമചന്ദ്രയിലേക്ക് വന്നു. രാമചന്ദ്രയിൽ വന്നിട്ട് ഒരുപാട് നാളായി വന്നിട്ട്. അങ്ങനെ അവിടെ വന്നിട്ട് എൻ്റെ മോൻ്റെ എക്സ്പ്രഷൻ കണ്ടോ? അവൻ എവിടെ പോയാലും ഈ എക്സ്പ്രഷനൊക്കെ തന്നെയാണ്. ആദ്യമായിട്ട് എവിടെയെങ്കിലും പോകുന്ന രീതിയിൽ തന്നെയാണ് അവൻ്റെ എക്സ്പ്രഷൻ. അതിൽ വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഗിഫ്റ്റ് സെക്ഷനിൽ വന്ന് ഗിഫ്റ്റൊക്കെ നോക്കുകയാണ്. അപ്പോൾ ചേട്ടൻ ഓരോന്നും എടുത്ത് ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കിയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവിടെ വന്ന് എല്ലായിടത്തും വന്ന് കയറി ഇറങ്ങിയൊക്കെ നോക്കി. എല്ലാം ഒന്നും മേടിച്ചില്ലെങ്കിലും എല്ലാ ഇതും നമ്മൾ പോയി നോക്കണമല്ലോ, അതാണല്ലോ അതിൻ്റെ കീഴ്വഴക്കം. നമ്മൾ ആക്ച്വലി ഒരു പണി കിട്ടി. നമ്മൾ ഫോർത്ത് ഫ്ലോറിൽ ഇറങ്ങേണ്ടതായിരുന്നേ. ഫിഫ്ത്ത് ഫ്ലോറിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ടേക്ക് വന്നു. കാരണം ലിഫ്റ്റിൽ കയറിയിട്ട് ഏത് ഫ്ലോറിലാണെന്നുള്ളത് നമ്മൾ ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് ഗിഫ്റ്റൊക്കെ സെലക്ട് ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് അതിന് നമ്മൾ ഒരു കെറ്റിലും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നേ. അത് ചേച്ചിയൊക്കെ 3-ാം തീയതി പ്രയാഗ്രാജിൽ പോകുന്നുണ്ട് മോൻ്റെ കോമ്പറ്റീഷന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അവർക്ക് കൊണ്ടുപോകാനായിട്ട് ഒരു കെറ്റിലും കൂടി മേടിച്ചായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഈ ഗിഫ്റ്റ് നമുക്ക് ഗിഫ്റ്റ് പേപ്പറിൽ റാപ്പ് ചെയ്ത് തരണമല്ലോ. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് അവർ ആ സെക്ഷനിലോട്ട് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഇത് ബില്ല് ചെയ്ത് ഗിഫ്റ്റും റാപ്പ് ചെയ്ത് മേടിച്ചിട്ട് നേരെ വീട്ടിലേക്കാണ്. മഴയൊന്നും പെയ്യാത്തത് കൊണ്ട് വലിയ കാര്യമായി. കാരണം ഞങ്ങൾ 2 വീലറിലാണ് വന്നത്. അതുമാത്രമല്ല റെയിൻ കോട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം മഴയൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 9 മണി കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഈ നമ്മുടെ പഴവങ്ങാടിയുടെ അവിടെയൊന്നും അധികം അങ്ങനെ ആൾത്തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.